സ്റ്റെറിലൈസേഷനിലൂടെ പ്രസവം നിർത്തിയ ഒരു സ്ത്രീയാണോ നിങ്ങൾ? ഇനിയൊരു കുട്ടീനെ കൂടെ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ട്യൂബൽ റീകനലൈസേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് 40 വയസ്സിൻ്റെ താഴെയാണ് സ്റ്റെറിലൈസേഷനിലൂടെ പ്രസവം നിർത്തിക്കഴിഞ്ഞാൽ ഇനിയും ഒരു കുട്ടിയാവണമെങ്കിൽ റീകനലൈസേഷൻ ഒരു മാർഗ്ഗമാണ്. പുരുഷൻ്റെ ബീജവും അതായത് നിങ്ങളുടെ ഒവേറിയൻ റിസർവും നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയറിലേക്ക് കടക്കാവുന്നതാണ്. ട്യൂബൽ റീകനലൈസേഷൻ പ്രൊസീജിയറിൽ നേരത്തെ സ്റ്റെറിലൈസ് ചെയ്ത ട്യൂബ്, അതായത് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി ട്യൂബ്സിൻ്റെ മിഡിലിൽ ബ്ലോക്ക് വരുത്തുമ്പോഴത്തേക്കും ആ ബ്ലോക്ക്ഡ് സെഗ്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ട്യൂബിനെ ഫ്രഷൻ അപ്പ് ചെയ്തിട്ട് 2 സെഗ്മെൻറ്റ്സും കൂടെ ജോയിൻ ചെയ്ത് സൂച്ചർ ചെയ്ത് പൈപ്പ് ഫോർമാറ്റിലാക്കി നമ്മൾ മാറ്റുകയാണ്. ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ട്യൂബിൻ്റെ ഫിസിക്കൽ പേറ്റൻസി എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോഴും നമുക്ക് ഫങ്ഷണൽ പേറ്റൻസി 100% എൻഷുർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ട്യൂബിൻ്റെ പ്രോക്സിമലും ഡിസ്റ്റൽ സെഗ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൊസീജിയറിന് സക്സസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഫാക്ടറാണ് ട്യൂബിൻ്റെ അറ്റത്തുള്ള ഫിംബ്രൽ എൻഡ് അഥവാ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അനിവാര്യമാണ്. ഇതാണ് നാച്ചുറലായിട്ട് അണ്ടത്തിനെ ക്യാപ്ചർ ചെയ്ത് ട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ക്രൈറ്റീരിയാസ് എല്ലാം അസസ് ചെയ്തിട്ടായിരിക്കും ട്യൂബൽ റീകനലൈസേഷനിലേക്ക് പോകുന്നത്. എന്നിട്ടും ഇതിൻ്റെ സക്സസ് റേറ്റ് മാക്സിമം ഒരു 40 to 50% വരുള്ളൂ. ട്യൂബ് ഒരു പരിധി കഴിഞ്ഞ് ഡാമേജ്ഡ് ആണ് അഥവാ ചില സെഗ്മെന്റ്സ് ഒക്കെ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IVF പോലത്തുള്ള ഉപരി പ്രൊസീജിയേഴ്സിലേക്ക് പോകേണ്ടി വരും ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്.